ബെഡ് സൈഡ് ഓപ്ഷൻസ് ആണ്. ഇപ്പൊ എല്ലാവരും ബെഡ് സൈഡ് ലാംപ്സ് ചെയ്യുന്നുണ്ടല്ലോ, രണ്ട് രീതിയിലും ഫിക്സ് ചെയ്യാം. അതിലൊരു റീഡിംഗ് ലാമ്പ് കാണും, ഒരു ആംബിയൻ ലൈറ്റ്, അതിന് ഇൻഡിവിജ്വൽ സ്വിച്ചസ് ആ പ്രോഡക്റ്റിൽ കാണും. ലിഫ്റ്റിന് നമുക്കിപ്പോൾ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു 10-25 മോഡൽസോളമാണ് നമ്മളിപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ആക്ച്വലി ഫുൾ ഗ്ലാസ് ആണ്. നമുക്കിത് ലിവിംഗ് സ്പേസിലെ സെന്റർ പീസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷാൻലിയർ ആണത്. ഹാപ്പി ഹോംസ് ഒരു നല്ല ആശയത്തെ പരിചയപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആശയമാണ് ഹാപ്പി ഹോംസ്. സാധാരണ നമ്മുടെ വീടുകളിൽ വീടിന്റെ ഇന്റീരിയർ ഭംഗിയാക്കാൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പഴയ ഫർണിച്ചറുകൾ മാറ്റിയോ, കർട്ടൻ ക്ലോത്ത് മാറ്റിയോ, ടേബിളുകൾ മാറ്റിയോ, ടേബിൾ ക്ലോത്തുകൾ മാറ്റിയോ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും അതെല്ലാം പുതിയത് മേടിക്കാന്ന് പഴയ സാധനം ഒരു വീടിന്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാറുണ്ട്. അത് നമുക്ക് സ്ഥല സൗകര്യം കൊണ്ട് അത് ഏതെങ്കിലും മൂലക്ക് ഇരിക്കുള്ളൂ. അത് ചില സമയത്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വസ്തു തന്നെയാണ്. പലപ്പോഴും നമ്മൾ ആലോചിക്കണം, മറ്റൊരു വീടാണെങ്കിൽ ഇത് ഇല്ലാത്തൊരു വീട് വളരെയധികം ആശിച്ചിരിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും. അത് അവർക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് ഹാപ്പി ഹോംസ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കപ്പെടുന്ന ഏതെങ്കിലും വസ്തു, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വസ്തു, ഇന്റീരിയർ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ വസ്തു ആണെങ്കിൽ നിങ്ങളുടെ വസ്തുവിന്റെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ സ്ഥലവും കൂടി എൻ്റെ ചാനൽ കണ്ടീഷൻസ് ചാനലിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. അതുപോലെ എന്ത് ആവശ്യം ഇന്ത്യയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ആവശ്യം വേണ്ട വ്യക്തി എൻ്റെ കമന്റ് ബോക്സിലും ഇന്ന ഐറ്റംസ് വേണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ആവശ്യം രേഖപ്പെടുത്തണം. അങ്ങനെ പരസ്പരം കണക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ഈ ചാനലിന്റെ കമന്റ് ബോക്സ്. ഇത് നല്ലൊരു ആശയമാണ്. മറ്റുള്ള വീട്, നമുക്ക് വേണ്ടാത്ത പല വസ്തുക്കളും മറ്റുള്ള വീടിന് ഒരു വളരെ അനുഗ്രഹപ്പെടുന്ന ഒരു വസ്തുവായിട്ട് മാറാൻ വേണ്ടിയാണ് ഈ പദ്ധതി. ഇതൊരു തികച്ചും സൗജന്യമായിട്ട് ചെയ്യേണ്ട ഒരു പദ്ധതിയാണ്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ്. തീർച്ചയായിട്ടും ഈ ആശയം വിജയിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമ കൂടിയാണ്. എല്ലാ വീടും സന്തോഷകരമായിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് ചാനലിലേക്ക് കിടക്കാം. ഒരു വീടിന്റെ ലൈറ്റ് സെലക്ട് ചെയ്യാൻ നേരത്ത് പല കൺഫ്യൂഷൻ വരാറുണ്ട്. ഏത് ലൈറ്റ് ആണ് എൻ്റെ വീടിന് ചേരുന്നത്, ഏത് പാറ്റേൺ ആണ് ചെയ്യുന്നവരൊക്കെ ഒരുപാട് സംശയം ഉണ്ടാവും. അതിന് ഒരുപാട് ഷോറൂമുകളൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട്, നോക്കാറുണ്ട്. പക്ഷെ നമുക്ക് തൃപ്തിയായിട്ട് ലൈറ്റ്സുകളും ഫാനുകളും ഡെക്കറേറ്റീവ് ഫാനുകളും ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഷോപ്പ് എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സും അതുപോലെ ഡെക്കറേറ്റീവ് ഫാനുകളുള്ള ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. കൊച്ചിയിലുള്ള ടോണി ലൈറ്റ്സ്. വെൽക്കം ടു ആസ്റ്റൻസ് കോൺസെപ്റ്റ്സ്. ടോണി ലൈറ്റ്സ് കൊച്ചിയിലെ കലൂർ കടവന്ത്ര കത്രക്കടവ് പാലത്തിനടുത്താണ് ഈ സ്ഥാപനം. ടോണി ലൈറ്റ്സ് എന്താണ് ഈ ടോണി ലൈറ്റ്സ്? ഞാൻ ഒരു വ്യക്തിയുടെ ഒരു പേരിലാണ് സംഭവം വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഈ ടോണി ലൈറ്റ്സുകൾ മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെല്ലാമാണ് ഡീൽ ചെയ്യുന്നത്? നമുക്ക് ആക്ച്വലി ഇലക്ട്രിക്കൽ കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ട്. അതായത് കേബിൾസ്, സ്വിച്ചസ്, വാട്ടർ ഹീറ്റേഴ്സ്, സീലിംഗ് ഫാൻസ്, എവറിത്തിങ്, ഫാൻസി ലൈറ്റ്സ് എല്ലാം നമുക്ക് ഓൾ ഇൻ വൺ എന്ന് വേണമെങ്കിൽ പറയാം ടോണി ലൈറ്റ്സ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഈ ലൈറ്റ്സ് മാത്രമല്ല, ഇലക്ട്രിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പൊ ഈ ഞാനിവിടെ വന്നപ്പോ ഒരു സെലക്ടഡ് ലൈറ്റ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഒരുപാട് ലൈറ്റ് ഷോറൂംസ് ഉള്ള ഈ കൊച്ചിയിലുള്ളത്. പക്ഷെ ഇവിടെ ഞാൻ കണ്ടപ്പോഴൊന്നും ഒരു സെലക്ടഡ് ഐറ്റംസ് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒരു കൺഫ്യൂഷൻ വരും. അതായത് ഒന്നിനും മെച്ചമായിട്ടുള്ള ലൈറ്റ്സ് എന്ന് കണ്ടത്. ഇതെന്താ നിങ്ങൾ നേരിട്ട് സെലക്ട് ചെയ്യണ ഒരു സിസ്റ്റമാണോ, എങ്ങനെയാണ്? അതെ. നമ്മള് പല ആർക്കിടെക്ട്സിനോടും ഡിസൈനേഴ്സിനോടും ചോദിച്ചപ്പോ അവർ പറയുന്നത് അവർക്ക് മറ്റുള്ള ഷോറൂംസിലും ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, പക്ഷെ ചൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ തന്നെ ഡയറക്ട്ലി സെലക്ട് ചെയ്ത് സെലക്ടഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമാണ് ഞങ്ങൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനി വോൾ ലൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ മനസ്സിലായത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള, അതായത് ഒരുപാട് കളക്ഷൻസ് അല്ല ഉള്ള, നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ്. ഇതൊക്കെ എന്ത് കോപ്പറിലാണ് വരുന്നത്? ബ്രാസ് ഫിനിഷിംഗ്? നമുക്കിത് പല ഫിനിഷേഴ്സിനും വരുന്നുണ്ട്. ആക്ച്വലി ഇത് പ്ലേറ്റഡ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് കോപ്പർ, ആന്റിക് ബ്രാസ്, പൗഡർ കോട്ടഡ് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് തീമിന് മാച്ച് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമ്മുടെ ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത്. ഓരോ ഇന്റീരിയറിന്റെ മൂഡും തീം അനുസരിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള അത് എവറി 3 months ഇങ്ങനെ പ്രൊഡക്ട്സ് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴിങ്ങനെ സെലക്ഷൻ മാറ്റം വരുന്നുണ്ട് അല്ലേ? അതെ. ഇതൊക്കെ എങ്ങനെയാണ് കോസ്റ്റ് വരുന്നത്? കോസ്റ്റ് നമുക്കിപ്പോ ഒരു എക്കണോമി മോഡൽ ഒരു 1000 rupees മുതൽ നമുക്കൊരു 12,000 13,000 വരെ വരുന്ന ഓപ്ഷൻസ് വോൾ ലൈറ്റ്സിലുണ്ട്. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതിപ്പോ ജസ്റ്റ് ഒരു 1450 റേഞ്ച് വരുന്നതാണ്. അപ്പൊ ഒരു 1200 ആ റേഞ്ച് ആണ് എന്റെ ഡിസ്കൗണ്ട് പ്രൈസ് വരുന്നത്. ഡിസ്കൗണ്ട് ഒക്കെ 1200. അതെ. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വോൾ ലൈറ്റ്സ് ആണ്. ഹൈറ്റ് ഉള്ള റൂമിന് പറ്റിയ ഒരു ലൈറ്റ് ആണ്.
അതെ അതെ, കുറച്ചുകൂടെ ഹൈറ്റ് ഫീൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് അതെല്ലാം. അതും കൊള്ളാം, ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്നതാണ്. ആംബർ ഡബിൾ ഷെയ്ഡ്, വൈറ്റ് ഷെയ്ഡ് വരുന്നത്. ഓക്കെ, ഇതെങ്ങനെ കളർ ഫെയ്ഡ് ആകെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? ഇല്ല ഇല്ല, ആ ഗ്ലാസ് ആ ഒരു കളർ ടിന്നിലാണ് വരുന്നത്. അപ്പൊ ഫെയ്ഡിങ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇൻഡോർ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇതും കൊള്ളാം, നല്ല വുഡും ഗ്ലാസും. ഒരു നാച്ചുറൽ വുഡ് തന്നെയാണ് അത്, നാച്ചുറൽ വുഡ് വിത്ത് ഗ്ലാസ് വരുന്ന ഒരു ഗ്ലാസ് ആണ്. ഇത് കൊള്ളാം, ഇത് നല്ല ഫിനിഷിംഗ് ഉണ്ട്. അതെ, അതും ഡബിൾ ഗ്ലാസ് ആണ്, ഇൻസൈഡ് ഒരു ഗ്ലാസും ഔട്ട് സൈഡ് ഒരു ഗ്ലാസ് ആയിട്ട്. ഓ യെസ്, കൊള്ളാം. ഇത് കൊള്ളാം, നല്ല വെറൈറ്റി ആയിട്ടുള്ള വോൾ ലൈറ്റ്സ് ആണല്ലോ, ഡൗൺ ലൈറ്റ് ആയിട്ട് വരുന്നത്. അതെ, ഇത് ഹാങ്ങിങ് ടൈപ്പ് വോൾ ലൈറ്റ് ആണ്, കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള. പ്രൈസ് വൈസ് ഇത്തിരി കൂടിയ റേഞ്ചിൽ വരുന്നതല്ലേ? അതെ, ആ മെറ്റീരിയലും ഡിഫറെന്റ് ആണ്, ക്രിസ്റ്റലില് ഗ്ലാസ്സിലൊക്കെ വരുന്ന ഹെവി ആയിട്ടുള്ള 10,900 റേഞ്ചിൽ വരുന്നതാണ്. ഇനി പ്ലസ് ഡിസ്കൗണ്ട് വേറെ വരും. ഇത് വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ്. ഇത് ലൈറ്റ് കുറവാണ്, പക്ഷെ അതിന്റെ ആ ഒരു പാറ്റേൺ ഉള്ളത്. അതെ, ആംബിയൻസ് ആണ്, അത് റിയൽ ഗ്ലാസ് ആണ്, ഗ്ലാസ്സിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അത്. യെസ്, ഒരു റിഫ്ലക്റ്റിംഗ് ഷെയ്ഡ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. ഇതും കൊള്ളാം, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഇത്തരം വെറൈറ്റീസ്. റോയൽ ഫിനിഷിംഗ് വേണ്ട വീടുകൾക്കൊക്കെ പറ്റിയ കുറച്ച് നല്ല മോഡൽസ് ആണല്ലോ. ഇതൊരു വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഒരു മോഡലാണ്. അതെ അതെ, ഈ ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിപ്പോഴും അതുപോലുള്ള സ്റ്റൈൽ വീഡിയോകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ അതെ. ഇനി വോൾ വാഷിംഗ് ലൈറ്റ്, അതായത് ലൈറ്റ് വെളിച്ചം കുറവാണ്, വോൾ വാഷിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്ട് ലൈറ്റ് എന്ന് വേണേൽ പറയാം. നമ്മളെ ഫേസിലേക്ക് വെളിച്ചം വരാതെ വോള് മാത്രം ഹൈലൈറ്റ് ചെയ്തിരുന്ന രീതിയിലൊരു ആംബിയൻസ് ലൈറ്റ്. അതിന്റെ ഒരു വെറൈറ്റി പീസസ് ആണ് ഇത് കാസ്റ്റ് ആണ് അല്ലേ? അതെ, ഇതും കൊള്ളാം, ഇത് നല്ല നന്നായിട്ടുണ്ട്. ചില കോറിഡോറിന്റെ സ്പേസിലൊക്കെ വെക്കാൻ പറ്റിയ കുറച്ച് നല്ല മോഡൽസ് ആണ്. ഇത് ഒരു വെറൈറ്റി ആണ്, ഷാഡോ ആയിട്ടുള്ള. ഇതെന്ത് കോസ്റ്റ് വരുന്നുണ്ട്? അത് നമുക്കൊരു 5,000 MRP വരുന്ന പ്രൊഡക്റ്റാ, ഡിസ്കൗണ്ട് അഡീഷണൽ വരുന്നുണ്ട്. ഇത് കൊള്ളാലോ, നല്ലൊരു വെറൈറ്റി സാധനമാണ്. ഫുള്ള് ഗ്ലാസ് ആയിട്ട് വരുന്ന, കട്ടിംഗ് ഗ്ലാസ് ആയിട്ട് വരുന്ന ഒരു വോൾ ലൈറ്റ് ആണ്. സെയിം ഇൻഡയറക്ട് ലൈറ്റ് ആണ്, നമുക്കൊരു വോൾ ആർട്ട് ആയിട്ട് യൂസ് ചെയ്യാം, ആംബിയൻസ് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. നന്നായിട്ടുണ്ട്, നല്ലൊരു ലൈറ്റ് ആണ്. അതുപോലെ ഇവിടെ ഒരു ലൈറ്റ് ആണ്, സെയിം തീമിൽ തന്നെ വരുന്ന ഒരു വോൾ ആർട്ടിന്റെ ടീമിൽ വരുന്നത്. ഇതും കൊള്ളാം. ഇത് കോസ്റ്റ് വരുന്നുണ്ട് സെയിം ആ ഒരു 5,000 റേഞ്ചേ വരുന്നുള്ളൂ. അതെ അതെ, അതിനൊരു വ്യത്യസ്തമായ പാറ്റേൺസ് ആവശ്യമുള്ളവർക്ക് നല്ല ഒരു സെലക്ഷൻ തന്നെയാണ്. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉള്ളത് ബെഡ് സൈഡ് ഓപ്ഷൻസ് ആണ്. ഇപ്പൊ എല്ലാവരും ബെഡ് സൈഡ് ലാംപ്സ് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊരു പുതിയ ഓപ്ഷൻ ആണ്. ബെഡ് സൈഡ് നമുക്ക് വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും രണ്ട് രീതിയിലും ഫിക്സ് ചെയ്യാം. അതിലൊരു റീഡിംഗ് ലാമ്പും കാണും, ഒരു ആംബിയൻ ലൈറ്റ്, അതിന് ഇൻഡിവിജ്വൽ സ്വിച്ചസ് ആ പ്രൊഡക്റ്റിൽ കാണും. അതിന്റെ മേളിലുള്ളതും ഒരു അതിൽ തന്നെ സ്വിച്ചസ് വരുന്ന ടിൽറ്റബിൾ ആയിട്ടുള്ള ഒരു ബെഡ് സൈഡ് ഓപ്ഷൻ ആണ്. ഒരു നാച്ചുറൽ വുഡ് ഫിനിഷ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ സ്വിച്ച് ഉണ്ട്. ബെഡ് സൈഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അതിന്റെ കുറച്ചും കൂടെ ഡിഫറെന്റ് മോഡൽസ് ആണ് ഈ സെക്ഷനിൽ നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് ബ്രാൻഡഡ് ആണ് ഈ ലൈറ്റിന്റെ. അതെ, അത് ഉഷയുടെ ടിസ്വ എന്ന് പറഞ്ഞൊരു പ്രീമിയം കാറ്റഗറി. അതെ അതെ, ഇതിൽ ജസ്റ്റ് ഓൺ ചെയ്ത് ഞാൻ കാണിക്കാം. ഒരു ടു സ്റ്റെപ്പ് ആണ്, ഇൻഡയറക്ട് ലൈറ്റും ഒരു റീഡിംഗ് ലൈറ്റും. അത് മേളിലെ റീഡിംഗ് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. ഉഷാന്റെ ആ ഒരു കമ്പനി ബ്രാൻഡഡ് ഗ്യാരണ്ടി ഉണ്ടാവും. അതെ അതെ, 1 year സർവീസ് വാറന്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതും കൊള്ളാം, ഇതൊരു വെറൈറ്റി. അതൊരു ആന്റിക് തീം വിത്ത് ബ്ലാക്ക് ബേസ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പ്രൈസ് വൈസ് ഇത്തിരി ഉണ്ടല്ലേ അതിന്റെ ക്വാളിറ്റി? അതെ അതെ, ഓരോ ഫിനിഷിനും മെറ്റീരിയൽ അനുസരിച്ചിട്ടാണ് അതിന്റെ പ്രൈസിങ് വരുന്നത്. നമുക്കൊരു 1,200 ഒക്കെ മുതൽ ഒരു 5,000 6,000 റേഞ്ച് വരെ നമുക്ക് ഈ ബെഡ് സൈഡ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ലോക്കൽ ഫിനിഷിംഗ് മാറി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിറ്റിംഗ്സുകളാണ്. ആ ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഓപ്ഷൻസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ മറ്റൊരു ഓപ്ഷൻസ് ആണ് സിംഗിൾ പെൻഡൻസ്. അതിൽ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റൽസ് ആയിട്ടും അക്രിലിക് ആയിട്ടും മെറ്റാലിക് ഓപ്ഷൻ വരുന്നതും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ അക്രിലിക് ആയിട്ട് വരുന്ന ഒരു ട്രാൻസ്പെറന്റ് ലൈറ്റ് ആണത്. സിംഗിൾ ലൈറ്റ് ആയിട്ട് നമുക്ക് ബെഡ് സൈഡ് കോർണർ ലൈറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഡൈനിങ് റൂമിന്റെ മേലില് സിംഗിൾ ആയിട്ടുള്ള വെക്കാൻ പറ്റിയ ലൈറ്റ്സ് ഹാങ്ങിങ്. അതെ അതെ, സിംഗിൾ ഒരു ക്രിസ്റ്റൽ വേരിയന്റിൽ വരുന്നതാണ്. അതൊരു അഡ്ജസ്റ്റബിൾ, ഇങ്ങനെ സ്ലൈറ്റ് നമുക്ക് ഇങ്ങനെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ആംഗിൾ നമുക്ക് മാറ്റി വെക്കാം. അതെ, ഒരു സ്ലൈഡിങ് ആംഗിൾ ആകുമ്പോൾ കുറച്ചുകൂടെ വിസിബിലിറ്റി കൂടും. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണത്. ഇത് ഇത്തിരി പ്രൈസ് വൈസ് എങ്ങനെയാണ്? ഒരു 13,000 റേഞ്ച് വരുന്നതാണ്. ക്രിസ്റ്റലിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. അതെ അതെ, K9 സ്വരസ്കി ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, അപ്പൊ ഓരോ ക്രിസ്റ്റൽസിന്റെയും ക്വാളിറ്റി അനുസരിച്ചാണ് ആ പ്രൈസിങ് വരുന്നത്.
വെറൈറ്റി ആയിട്ട് വേറെ പ്രൊഡക്റ്റ് സിംഗിൾ ലൈറ്റ് ക്ലാസിക് ലുക്കിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്. കണ്ടംപററി ആയിട്ട് വരുന്ന ഓപ്ഷൻസും നമുക്ക് ഈ സൈഡിൽ ഡിസ്പ്ലേ ഉണ്ട്. പറഞ്ഞോ. ഇതിന് ക്രിസ്റ്റൽ ലൈറ്റ്സിന്റെ ഡിഫറെന്റ് ഓപ്ഷൻസ് ആണിത്. ഇതൊരു അക്രിലിക് തീമിൽ വരുന്നതാണ്. 3-in-1 കളർ ഉണ്ട് അതിൽ. പിന്നെ ഗ്ലാസ് ലൈറ്റ്സ് ഗ്ലോബ് ഷേപ്പിൽ വരുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണല്ലോ, റൗണ്ട് ഷേപ്സിൽ വരുന്ന ഗ്ലാസസ്. അത് ഡിഫറെന്റ് ഷേപ്സിൽ ഡിഫറെന്റ് സൈസിൽ നമുക്ക് വരുന്നുണ്ട്. ഡൈനിങ് ടേബിളിന്റെ മേളിൽ ഇടാൻ പറ്റിയ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഡിഫറെന്റ് കളേഴ്സ്, ആംബർ, ക്ലിയർ ആൻഡ് സ്മോക്കിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി ഒരു ഡിഫറെന്റ് വേരിയൻസ് ആണ് നമ്മൾ കെയിനിൽ വരുന്ന ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഈ പ്രൊഡക്ട്സ്. ഇതും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ്. ഇതിൽ നമുക്ക് സിംഗിൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഡബിൾ ഹൈറ്റിൽ ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇൻഡയറക്ട് ലൈറ്റ് തീമിൽ വരുന്ന കേജഡ് ആയിട്ട് വരുന്ന പിന്നെ നമുക്ക് ഇൻഡയറക്ട് ലൈറ്റ് തീമിൽ വരുന്ന ഇതുപോലെ കേജ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഇതും നമുക്ക് ഡബിൾ ഹൈറ്റ് തീമിൽ ചെയ്യാവുന്ന പ്രൊഡക്ട്സ് ആണ്. ഇതിന് ഡിഫറെന്റ് ഷേപ്സസ് വരുന്നുണ്ട്, ഡിഫറെന്റ് പാറ്റേൺസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡൈനിങ് ടേബിളിലോ ഡബിൾ ഹൈറ്റിലോ കോർണർ ഹാങ്ങിങ് ആയിട്ടോ നമ്മളുടെ തീമിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. മെറ്റലിന്റെ കുറച്ചധികം വേരിയൻസ് നമുക്ക് മെറ്റൽ തീംസിലുണ്ട്. മെറ്റാലിക്കില് പൗഡർ കോട്ടഡ് ആയിട്ടും പ്ലേറ്റഡ് ആയിട്ടും അങ്ങനെ ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് മെറ്റൽ തീമിൽ ഒരുപാടുണ്ട്. ഇത് കൊള്ളാം. എന്ത് പ്രൈസ് വരുന്നത്? നല്ല ഭംഗിയായിട്ടാണ്. ഇത് ആക്ച്വലി ഒരു 7,000 റേഞ്ചിലേക്ക് വരുന്ന ഒരു കട്ട് ഗ്ലാസ്സിൽ വരുന്ന ഒരു ഹാങ്ങിങ് ആണത്. ഗ്ലാസ് വിത്ത് ആന്റിക് ബ്രാസ് കോട്ടഡ് മിക്സ് വരുന്ന പ്രൊഡക്റ്റ് ആണ്. ഡൈനിങ് ടേബിളിന്റെ മുകളിലിട്ട് നല്ല അതെ ഒരു 3-4 പീസ് ആയിട്ട് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ആണത്. ഓക്കെ, മെറ്റലിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ ഇവിടെ. ഇത് ബ്രാസ് കോട്ടിംഗ് ആണ് വരുന്നത്. അതെ അതെ, ബ്രാസ് കോട്ടഡ് ആണ്. പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ആണ്. പിന്നെ പൗഡർ കോട്ടിംഗ് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഈ കോസ്റ്റൽ ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റഡിന് പകരം പൗഡർ കോട്ടഡ് ഓപ്ഷൻസ് ഉണ്ട്. ഓഹോ, അതെ. ഇത് കൊള്ളാലോ. ഇത് ബെഡ് സൈഡ് ഓപ്ഷനിലും കൊടുക്കാൻ പറ്റാവുന്ന. അതെ അതെ, കുറച്ച് ഒരുപാട് വലിപ്പം വരാതെ സ്ലീക്ക് ആയിട്ട് നിൽക്കുന്ന ബെഡ് സൈഡ് ഓപ്ഷൻസ് ആണ് ഇതെല്ലാം. അത് ഗ്ലാസ്സിൽ വരുന്നുണ്ട്, മെറ്റലിൽ വരുന്നുണ്ട്. ഇത് കൊള്ളാലോ, ഒരു ഷെല്ലിന്റെ ഒരു ഷേപ്പിൽ വരുന്നത്. അതെ അതെ, ഒരു സ്പോട്ട് ലൈറ്റ് എഫക്ട് വരുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അത്. ഇൻഡയറക്ട് ലൈറ്റ് ആയിട്ട് ഒരു വ്യത്യസ്തമായ തീം കൊണ്ടുവരാൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടല്ലേ? അതെ, നമ്മൾ എല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ലൈറ്റ് നമുക്കൊരു കാറ്റഗറി, ഡൈനിങ് ടേബിൾ ലൈറ്റ്സ് ഒരു കാറ്റഗറി. അതിനെല്ലാം നമുക്ക് കസ്റ്റമേഴ്സ് വന്നാൽ അവർക്ക് ചൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. കൺഫ്യൂഷൻ വരാത്ത രീതിയിലാണ് നിങ്ങൾ അതിന്റെ ഒരു പാറ്റേൺ അറേഞ്ച്മെന്റ്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അതെ, ഇതെല്ലാം കൊള്ളാം. ഒരു വലിയ വീടിനൊക്കെ പറ്റിയ അത് ഒരു കോർണർ ഹാങ്ങിങ്സ് ഇപ്പൊ വരുന്ന എല്ലാ വീടുകളിലും കാണാം. അതിൽ ബിഗ് സൈസ് ഡബിൾ ഹൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണ്. അത്രയും സ്ട്രിംഗ് ലെങ്ത് വരുന്ന പ്രൊഡക്റ്റാണ്. ഗ്ലാസ്സില് കട്ട് ഗ്ലാസ്സിൽ വരുന്ന തീമുകള്, ട്രഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് ഷേപ്പ് ഡിസൈൻസിൽ വരുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഒന്നൊന്നിന് മികച്ചതാണ്. ഓരോ റൂമിന്റെയും ഓരോ വീടിന്റെയും ഇന്റീരിയർ തീം അനുസരിച്ചാണ് അത് സെലക്ട് ചെയ്യേണ്ടത്. ഇന്റീരിയറിന്റെ തീം അനുസരിച്ച് മാറിയില്ലെങ്കിൽ അതിന് ഒരു മിസ് മാച്ചിങ് ആയിട്ട് വരും. ഇതൊരു വേറൊരു തീം, വൈറ്റ് ബ്രാസ് തീമിൽ വരുന്ന ഒരു മോഡൽസ് ആണ്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ വരികയാണെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ ഒരു ഗ്രീൻ വന്നുകൊണ്ട് ഒരു വേറൊരു ഫീലാണ് അത് തന്നേക്കുന്നത്. അത് കസ്റ്റമേഴ്സിന് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയ രീതിയിലായിരിക്കും നമ്മുടെ ഡിസ്പ്ലേയും കൂടെ. അതാണ് ആ ഒരു കളർ തീം നിങ്ങൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതും കൊള്ളാം, ഒരു ഗ്ലോബിന്റെ ഒരു പാറ്റേൺ. അതെ, ട്രാൻസ്പെറന്റ് ലൈറ്റ്സ് വരുന്ന. ഇനി ഇത് കൂടാണ്ട് ഷാംഗ്ലർ ലൈറ്റ്സിന്റെ തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ. ഇത് നമുക്ക് ഡൈനിങ് ടേബിളിലേക്കൊക്കെ വേണ്ടി വരും. ഇത് ഡൈനിങ് ടേബിളിന്റെ പുറത്ത് വെക്കാവുന്ന ചെയ്യാൻ പറ്റിയ അത് നമ്മളൊരു കാറ്റഗറി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ എല്ലാം ലീനിയർ ഡൈനിങ് ഓപ്ഷൻസ് ആണ്. ഇതും ഡൈനിങ് ടേബിളിന്റെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു തീമായിട്ട് കൊടുക്കാം. ഇത് വളരെ സിമ്പിൾ ആണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ലീനിയർ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാൻ. ഓക്കെ, ഇത് കൊള്ളാം. അതിൽ കോപ്പർ ഫിനിഷും ഉണ്ട്, അതിന്റെ തന്നെ ബ്രാസ് ഫിനിഷും ഉണ്ട് ഇവിടെ. ഇത് കൊള്ളാല്ല, നല്ലൊരു. അത് നമ്മള് ഐഡിയ അനുസരിച്ച് ഡിസൈൻ പാറ്റേൺ ചെയ്യാൻ തരും. അതെ, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പല മോഡൽ. ഇത് പല ലൈറ്റ്സ് വാമും വൈറ്റ് കൊടുക്കാൻ പറ്റും ലൈറ്റ്. ഇതിപ്പോ വാം ലൈറ്റിലാണ് വരുന്നത്. ഇതിന്റെ ന്യൂട്രൽ കളറിൽ നമുക്ക് കിട്ടുന്നുണ്ട് പ്രോഡക്റ്റ്. ഓക്കെ, ഇതും കൊള്ളാം. ഇനി നമുക്ക് ഷാംഗ്ലിയർ ലൈറ്റ്സുകളിലേക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള. ഇത് കൊള്ളാല്ലേ? എന്താണ്, ഫുള്ളി ഗ്ലാസ് ആണ്? ഫുൾ ഗ്ലാസ് ആണ്. നമുക്കിത് ലിവിംഗ് സ്പേസിലെ സെന്റർ പീസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷാംഗ്ലിയർ ആണത്.
പ്രൈസിങ് ഒരു 44,000 ലിസ്റ്റ് MRP പ്രൈസിങ് വരുന്നതാണ്. ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട് വേറെ. ഇത് ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലേ? നമുക്ക് ഈസിലി റിമൂവബിൾ ആണ്. ജസ്റ്റ് ആ ഒരു പിൻ അടിച്ചു കഴിഞ്ഞാൽ ഓരോ ഗ്ലാസ് ഈസിലി റിമൂവ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ അത് ബൾബ് ഇടുന്ന പ്രൊഡക്ട്സ് ആയതുകൊണ്ട് മെയിൻ്റെനൻസിനും ക്ലയൻസിനും എളുപ്പമായിരിക്കും അത്. പിന്നെ അടുത്ത ഏതാണ് നല്ലൊരു ഷാംഗ്ലർ സെറ്റ്? പിന്നെ ഈ കോർണറിൽ നമുക്ക് നോക്കിയാൽ ഈ സെയിം ഗ്ലാസ് തീമിൽ തന്നെ വരുന്ന കുറച്ചുകൂടെ വെറൈറ്റി ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതും കൊള്ളാം, ഒരു വെറൈറ്റി ആണ് സംഭവം. സെയിം നമുക്ക് ലിവിംഗിന്റെയും ഡൈനിങ്ങിന്റെ ഒക്കെ സെന്റർ പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ആണ്. അതുപോലെ ഇതെന്താ അക്രലിക്കിനാണ് വന്നേക്കുന്നത്? അതെ അതെ, ഇത് അക്രിലിക്കിൽ തന്നെ 3-in-1. നേരത്തെ ചോദിച്ചതുപോലെ നമുക്ക് 3 കളർ വരുന്ന ഒരു പ്രൊഡക്റ്റ്. വാം, വൈറ്റ്, ന്യൂട്രൽ ഒരു സ്വിച്ച് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ്. ഇതെന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഇത് 43,000 ആണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത്. അതിൽ നമുക്ക് ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട്. ഇത് എനിക്ക് ക്ലീനിങ് വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. അതെ, ചെയ്യാനായിട്ട് സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് പ്രൊഡക്റ്റ്. ഇത് ആ ഗ്ലാസ്സിൽ ഫോൾഡബിൾ ഗ്ലാസ്സിൽ തന്നെ വരുന്ന കട്ട് ഗ്ലാസ് പ്രൊഡക്ട്സിൽ വരുന്ന ഷാംഗ്ലർ ആണ്. ഇത് കൊള്ളാം, ഒരു ഡിഫറെന്റ് തീമിലാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ക്ലിയർ ഗ്ലാസ് വരുന്നത്. ഇപ്പൊ ഇത് പ്രൈസ് ഒക്കെ പറയുന്നത് ഇതില് പ്ലസ് ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ടല്ലേ? അതുണ്ട്. ഇതിപ്പോ ഇട്ടിരിക്കുന്നതെല്ലാം MRP ആണ്. ഇതിൽ നമുക്ക് ക്ലയൻസിന് എല്ലാവർക്കും നല്ല ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട്. ഇതിന് ഈ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഈ ഷാംഗ്ലർ ലൈറ്റ്സുകളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത 1-2 പ്രൊഡക്ട്സ് ഇവിടെ തന്നെ നമ്മുടെ ഡിസ്പ്ലേയിലുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിപ്പോ നമ്മൾ ഡബിൾ ഹൈറ്റിലേക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഷാൻലിയർ ആണ്. ഇത് ഡിഫറെന്റ് ലെങ്തില് ഡിഫറെന്റ് സൈസസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ലീഡ് ടൈം ഒരു 20 ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ടോട്ടലി ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതും കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇല്ല, ഇത് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് വരുന്നതാണ്. നമുക്ക് മെറ്റലിലും ക്രിസ്റ്റൽസിലും ഇപ്പോൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ലീഡ് ടൈം ഒരു 35 to 40 days ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് പറയുന്ന ഒരു ഡിസൈനിൽ ചെയ്തു കൊടുക്കാം. ഓക്കെ ഓക്കെ, അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. ക്രിസ്റ്റലിൽ വരുന്ന ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ആണിത്. നമ്മൾ ജാഗറുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്രിസ്റ്റൽ ഷാംഗ്ലർ ആണ്. ജാഗോറിന്റെ പ്രൊഡക്റ്റ് ആണ്. അതെ അതെ, ജാഗോറിനും നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ ലീഡ് ടൈം 45 to 50 days ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇത് അങ്ങനെ നമ്മളൊരു ഡിസൈൻ ചെയ്തൊരു പ്രൊഡക്റ്റ് ആണിത്. പിന്നെ സീലിങ്ങിനോട് ചേർന്നിരിക്കുന്ന ഡ്രോപ്പ് ഇല്ലാതെ വരുന്ന കുറച്ച് ഷാൻലിയർ ടൈപ്സ് ആണ് ഇതെല്ലാം. നമുക്ക് സീലിംഗ് ഹൈറ്റ് കുറവുള്ള അപ്പാർട്ട്മെന്റ്സിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഡിഫറെന്റ് പ്രൊഡക്ട്സ് ആണ്. ഇതൊരു ക്ലാസിക് മോഡലിൽ താല്പര്യമുള്ളവർക്ക് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിസ്റ്റൽ ഷാൻലിയർ ആണത്. ക്ലീനിങ് ഇത്തിരി ബുദ്ധിമുട്ട്, പക്ഷെ ക്ലാസിക് ടച്ച് എപ്പോഴും ഉണ്ട്. അതെ അതെ, ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന വീടുകൾക്ക് ഡെഫിനറ്റ്ലി മാച്ച് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഡബിൾ ഹൈറ്റ് ഷാൻലിയറിൽ റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടഡ് കാറ്റഗറി ആണിത്, ഗ്ലാസസിൽ വരുന്നത്. അതും കൊള്ളാം, നന്നായിട്ടുണ്ട്. അതിന്റെ സിംഗിൾ ലൈറ്റും ഉണ്ട് നമുക്ക്. അപ്പൊ ഒരു സിംഗിളും വരുന്നുണ്ട്. അതെ അതെ അതെ, ഒരു ഫാമിലിയിൽ തന്നെ സിംഗിൾ ഹാങ്ങിങ് ഉണ്ട്, ഡബിൾ ഹൈറ്റും ഉണ്ട് ഇതിന്. ഇത് അക്രലിക്കിൽ വരുന്ന മോഡൽ, ഡബിൾ ഹൈറ്റ് തീമിൽ വരുന്നത്. അത്ര എക്സ്പെൻസീവ് അല്ല, അതിന് 30,000 താഴെ നിൽക്കുന്ന കാറ്റഗറിയാണ് അതെല്ലാം. ഓക്കെ, ഇത് കൊള്ളാം. ഓരോ വീടിന്റെ ഇന്റീരിയർ തീം അനുസരിച്ചാണ് വേണ്ടത്. ഒരു കണ്ടംപററി സ്റ്റൈലൊക്കെ ആണെങ്കിൽ ഇത് കൊടുക്കാവുന്ന മോഡലാണ്. ഏതിന്റെ? ഇതോ? ഇത് കൊള്ളാം, നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആയിട്ട് വന്നേക്കുന്നത്. അതെ, അതൊരു 19,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഷാൻലിയർ ആയിട്ട് സെന്റർ പീസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. പ്രൈസിങ് ജസ്റ്റ് വെളിച്ചമല്ല, അതൊരു പ്രത്യേക ലൈറ്റ് മോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് പറ്റും. അതെ അതെ, ഒരു ആംബിയൻസ് ലൈറ്റിങ്ങിന് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതും കൊള്ളാം, ഒരു ഡിഫറെന്റ് തീമിൽ വരുന്ന ഒരു പാറ്റേൺസ് ആണ്. പിന്നെ നമ്മുടെ ഡബിൾ ഹൈറ്റ് ഷാൻലിയറിൽ വരുന്ന ക്രിസ്റ്റൽ ഷാൻലിയർ ആണത്. ഇത് ഒറ്റ ലൈറ്റ് ആണ് അല്ലെങ്കിൽ ഡബിൾ ലൈറ്റ്സ് വരുന്നതാണ്? ഇത് ഒറ്റ പ്രൊഡക്റ്റ് ആണ്, ഡബിൾ ഹൈറ്റിലേക്ക് വേണ്ടി വരുന്ന ഒറ്റ സിംഗിൾ പ്രൊഡക്റ്റ് ആണിത്. ഇത് നമുക്ക് ബാലൻസിങ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ലെങ്ത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റേ? അഡ്ജസ്റ്റബിൾ ലൈറ്റ് ആണ്. കളർ നമുക്ക് ഇത് വരുന്നത് വാമിലാണ് വരുന്നത്. എന്ത് കോസ്റ്റ് എത്ര വരുന്നത്? അറൌണ്ട് ഒരു 1,20,000 വരുന്നുണ്ട്. അതെ അതെ, ഒരു കാനൈൻ ക്രിസ്റ്റലിൽ വരുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആ ഒരു പ്രൈസിങ് വരും. ക്രിസ്റ്റലിന്റെ പ്രത്യേകത. അതെ അതെ, ഓരോ ക്രിസ്റ്റലിനും ബ്രാൻഡ് അനുസരിച്ചിട്ടാണ് ആ പ്രൈസിങ് ഡിഫറൻസ് വരുന്നത്. ഇത് നമ്മൾ ടോണി ലൈറ്റ്സിന്റെ ഫാൻ ഗാലറി ആണ്. ഡിസൈനർ ഫാൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത ലുഫ്റ്റിന്റെ ഡിസ്പ്ലേ ഓപ്ഷൻ, ഡെക്കറേറ്റീവ് ഫാനുകൾ, ഒരു ഓർണമെന്റൽ ഫാൻസ് എന്നൊക്കെ പറയാം അല്ലേ? അതെ അതെ അതെ, ലുഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ വരുന്നത്. ലുഫ്റ്റ്. അതെ, ഇത് ഇത്ര ഹെവി ഫാനാണ്. അത് BLDC വോൾ ഫാൻ ആണ്. നമുക്ക് ലീഫിന് പ്രത്യേകത ഉണ്ടല്ലോ, ഒരു 18 ബ്ലേഡ് സിസ്റ്റം കാറ്റഗറിയിൽ വരുന്നതാണ് അത്. 18 ബ്ലേഡ് ഉണ്ടല്ലോ? അതെ, ഇൻസൈഡ് തന്നെ ഒരു 18 ബ്ലേഡ് സിസ്റ്റം വരുന്നതാണ്. അത്രയും വൈഡ് ആയിട്ട് എയർ കവർ ചെയ്യും, എയർ കട്ടിംഗ് നോയ്സ് കുറവായിരിക്കും,
പ്ലസ് BLDC കൂടുതലുണ്ടാവില്ല. ഓ നല്ല എയർ ഡെലിവറി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. 6 സ്പീഡിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. എന്ത് കോസ്റ്റ് വരുന്നത്? പ്രൈസിങ് നമുക്കൊരു 17,000 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഈ ഒരു കാറ്റഗറി. അതെ അതെ, നോർമൽ ഫാനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യരുത്. ഇല്ല, പ്യൂർലി ഡിസൈൻ ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഫാൻസ് ആണ്. ഇത് കൊള്ളാം. ഇത് വുഡാണ്, അത് വുഡൻ ടെക്സ്ചർ ആണ്. അത് ഫൈബർ ബ്ലേഡ്സ് ആണ്. ഫൈബർ ബ്ലേഡ്സ് ആണല്ലേ? അതെ അതെ അതെ. ഇതൊരു ഷോന് വേണ്ടിയാണ്. കാറ്റുണ്ടാവും നമുക്ക് ഇങ്ങനെ? നല്ല എയർ ഡെലിവറി ഉള്ളതാണ്. ഒരു 10 to 12 feet വരെ നന്നായിട്ട് കവർ ചെയ്യാം. നമുക്ക് ഡൈനിങ് ടേബിൾ റൂമിലും സിറ്റിംഗ് റൂമിലൊക്കെ നമുക്ക് സൈഡ് വാൾ ഫാൻ ആയിട്ട് വയ്ക്കാവുന്ന ഓപ്ഷൻസ്. നല്ലൊരു ഇന്റീരിയർ ഒക്കെ ചെയ്ത് വീടൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ലൈറ്റ് വെച്ചാൽ നല്ലൊരു ആന്റിക് ഫീലും കിട്ടുമല്ലോ. അതെ, അതിന് ഡിഫറെന്റ് കളേഴ്സും വരുന്നുണ്ട്. നമുക്ക് ആന്റിക് കളറിൽ വരുന്നുണ്ട്, ബ്രൗൺ കളറിലുണ്ട്, ബ്ലാക്ക് കളറിലുണ്ട്, വൈറ്റ് കളറിലുണ്ട്. അങ്ങനെ ഡിഫറെന്റ് കളേഴ്സിലും ആ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതും കൊള്ളാം. 3 ലീഫിന്റെ ഇങ്ങനെ ഒരു പാറ്റേൺ. അതെ, ഇതൊരു സീലിംഗ് ഫാൻ ആണ്. ഇതിനെ നമ്മൾ വാൾ ഫാൻ ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കാണ് ലിഫ്റ്റ്. ഓ, രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെ, സീലിംഗ് ഫാൻ ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു വാൾ ക്ലാമ്പ് വെച്ചതിന് വാൾ ഫാൻ ആയിട്ടും കൺവേർട്ട് ചെയ്യാം. യെസ്, അതിൽ തന്നെ ഇത് ട്രൈപോഡ് ഫാൻസ്. ഇതൊരു ഷോ ആണ് കൂടുതലും വരുന്നത്. പക്ഷെ ഇത് എനിക്കൊണ്ട് കാറ്റും നല്ല കിട്ടും. നല്ല ഡെലിവറി ഉള്ള നമ്മള് ഹൈ സ്പീഡ് ഫാൻ ആണ്. മെറ്റൽ ലീഫിൽ വരുന്നത്. ആന്റിക് ബ്രാസ് ആൻഡ് ഡാർക്ക് വുഡ് തീമിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് കൊള്ളാം. കാണുമ്പോ തന്നെ ഒരു നല്ലൊരു ആന്റിക് ഫീൽ ആണ് അത് ടച്ച് കിട്ടുന്നത്. ട്രൈപോഡിന്റെ ലിഫ്റ്റിന്റെ ഏകദേശം ഒരു 25ഓളം സീലിംഗ് ഫാൻസ് നമ്മളോട് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അത് ഡിഫറെന്റ് ഡിസൈൻസ്, ഡിഫറെന്റ് പാറ്റേൺസിൽ വരുന്നത്. ഇത് വുഡാണ് അല്ലെങ്കിൽ ഇത് ഫൈബറിൽ വരുന്ന പാറ്റേൺ ആണ്? ഇത് ആക്ച്വലി പ്ലൈവുഡ് ആണ്. അതെ അതെ, പ്ലൈവുഡിൽ റിവേഴ്സിബിൾ ബ്ലേഡ് ആണ്. ബ്ലേഡിന്റെ ഒരു സൈഡിൽ ബ്ലാക്ക് കളർ. പ്ലൈവുഡിലുള്ള ഫാൻ അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇത് പിന്നീട് ഇത് കംപ്ലൈന്റ് ഒന്നും വരില്ല? ഇല്ല, ഓയിൽ പ്രസ്ഡ് ആണത്. ഓയിൽ പ്രസ്ഡ്? അതെ അതെ. എന്താ ഈ പ്ലൈവുഡ് യൂസ് ചെയ്യാൻ കാരണം എയർ സർക്കുലേഷന്റെ കിട്ടാൻ വേണ്ടിയാണ് അതിന്റെ? ഇല്ല, പ്ലൈവുഡ് ജസ്റ്റ് ആ ഒരു മെറ്റീരിയൽ തീം, ആ ഒരു വുഡൻ റിയൽ വുഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തേക്കുന്നത്. അപ്പൊ കാറ്റ് ലഭിക്കാനായിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായില്ലേ? എയർ ഡെലിവറി നമുക്ക് അതിന്റെ ബ്ലേഡിന്റെ എയർ കട്ടിങ്, സ്ലൈഡിങ് എല്ലാം അവര് പ്രോപ്പർ ആയിട്ടുള്ള എയർ ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു 240 എയർ ഫ്ലോ വരുന്ന, നമ്മുടെ ഹൈ സ്പീഡ് ഫാൻസിന്റെ അതേ എയർ ഫ്ലോ വരുന്ന ഫാൻസ് ആണ് ഇതെല്ലാം. നമുക്ക് ഇതിന്റെ ലീഫ് പിന്നീട് മാറ്റാൻ പറ്റുമോ? ചേഞ്ച് ചെയ്യാനോ? ലീഫ് ആക്ച്വലി ഇതൊരു റിവേഴ്സിബിൾ ബ്ലേഡ് പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ബ്ലേഡിന്റെ ഒരു സൈഡിൽ വുഡൻ കളറും മറ്റൊരു സൈഡിൽ ബ്ലാക്ക് കളറാണ്. പിന്നീട് നമ്മളുടെ ഇന്റീരിയർ തീം മാറ്റുകയാണെങ്കിൽ നമുക്കത് ഫുള്ളി ബ്ലാക്ക് എന്നുള്ള രീതിയിൽ മാറ്റാൻ പറ്റും. എന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഇതൊരു 29,000 പ്രൈസിങ് വരുന്ന. അത്യാവശ്യം കാറ്റൊക്കെ ലഭിക്കൂലേ? നല്ല എയർ ഫ്ലോ ഉള്ള പ്രൊഡക്റ്റ്. എയർ ഫ്ലോ ഉണ്ടല്ലേ? ഇത് നല്ല ആക്ച്വലി ഒരു ഹാർഡ് വുഡിൽ വരുന്ന കാറ്റഗറിയാ. റിയൽ വുഡ് തന്നെയാണ് മെറ്റീരിയൽ. നല്ല സോളിഡ് ഫീൽ ആയിട്ടുള്ള ഒരു വുഡ് ഫാനാണുള്ളത്. അതെ അതെ. ഇതിന്റെ ഒരു മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റീരിയർ തീമിനനുസരിച്ച് ഇത് പോളിഷ് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റെയിൻ ചെയ്തോ മാറ്റാം ഇതിന്റെ കളർ. ഇതിന്റെ ഇപ്പൊ പോളിഷിംഗ് ഷെയ്ഡ് വന്നിട്ടില്ല അല്ലേ? ഇല്ല, ഇതിപ്പോ നാച്ചുറൽ വുഡ് ആണ്. ഇത് നമുക്ക് ക്ലയന്റ്സിന്റെ അവർ ഇന്റീരിയർ തീം അനുസരിച്ചിട്ട് അവർക്ക് സ്റ്റെയിൻ ചെയ്തത് മാറ്റാവുന്നതാണ്. നാച്ചുറൽ വുഡിൽ ഇപ്പൊ ഒന്നും പോളിഷിംഗ് വരാത്തൊരു ഫാനാണ്. അതെ അതെ. വിത്ത് അണ്ടർലൈറ്റ് വരുന്ന ഒരു ഓപ്ഷൻ ആണിത്. ലിഫ്റ്റിന്റെ തന്നെ ലൂച്ചി എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണിത്. ഇത് എന്താ മെറ്റീരിയൽ? എന്താണ്? ലീഫിനുള്ള ഫൈബർ ആണ്. ഫൈബർ മെറ്റീരിയൽ വുഡൻ ടെക്സ്ചർ ചെയ്തേക്കുന്നതാണ്. എന്നാലും നമുക്ക് കാണുമ്പോൾ ആ റിയൽ വുഡ് ടെക്സ്ചർ ആണ് ഫീൽ ചെയ്യുക. ഇത് കൊള്ളാം. ഇത് ഇത്ര 5 ലീഫ് ഉണ്ടല്ലേ? 5 ലീഫ്. നമ്മൾ കുറച്ചുകൂടെ വലിയ ഏരിയ, ഇതൊരു 60 ഇഞ്ചസിന്റെ ഫാൻ ആണ്. നമുക്ക് ഒത്തിരി വലിയൊരു സ്പേസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് പ്രൊഡക്റ്റ്. ഇതെന്താണ്? മെറ്റലിന്റെ ആണോ വരുന്നത്? ബോക്സ് വ്യത്യാസം തന്നെയാണ്. ഇതൊരു ഹഗ്ഗർ ഫാൻ ആണ്. നമുക്ക് അപ്പാർട്ട്മെന്റ്സ് പോലുള്ള സ്ഥലങ്ങളിൽ സീലിംഗ് ഹൈറ്റ് കുറവുള്ളിടത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാറ്റഗറിയാണ് ഈ ഹഗ്ഗർ. സീലിംഗ് ഹൈറ്റ് കുറവുള്ളിടത്ത് യൂസ് ചെയ്യാൻ. അതെ, ഫാൻ റോഡ് വരുന്നതിന് പകരം ഒരു ഹഗ്ഗർ മോട്ടർ ആയിരിക്കും. അതെ, അതിൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ മറ്റൊരു ഓപ്ഷൻ ആണ് സിട്രോൺ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിന്റെ ബ്ലാക്ക് ആൻഡ് വുഡ് കോമ്പിനേഷനിൽ വരുന്നൊരു കളറാണ്. നമുക്ക് ഡിഫറെന്റ് സൈസസും വരുന്നുണ്ട്. ഇപ്പോൾ ഡൈനിങ്ങിൽ 2 ചെറിയ ഫാൻസ്, സെന്ററിൽ ഒരു ഹാങ്ങിങ്, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്മോൾ സൈസസ് ഒരു 24 ഇഞ്ച് മുതൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ലിഫ്റ്റില്. ഇത് മറ്റ് ഹാർഡ് വുഡ് ആയിട്ട് തന്നെ വരുന്നതിൽ ലൂസോ 2 എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് ലിഫ്റ്റിന്റെ. അതിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളർ ചേഞ്ചിങ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വുഡിന്റെ നല്ല ഒരുപാട് വെറൈറ്റീസ് ഫാനുകളുണ്ട്. സീലിംഗ് ഫാൻ. അതെ, ഇത് 2 ലീഫ് ഉള്ള ഒരു ഫാൻ. അത് കൊള്ളാലോ. പ്യൂർലി ഒരു ഡിസൈനർ ഫാൻ ആണ്. അതെ അതെ, നാച്ചുറൽ വുഡിൽ വരുന്ന AC റൂമിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് നമുക്ക് എയർ ഡെലിവറി ഈ പറഞ്ഞ പോലെ AC റൂമിലേക്കാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരു 180 ഒക്കെയാണ് ഇതിന്റെ എയർ ഫ്ലോ വരുന്നത്. AC ഉള്ള റൂമിൽ AC ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ, ചെറിയൊരു നാച്ചുറൽ ബ്രീസ് കിട്ടാൻ നന്നായിട്ടൊരു ഓപ്ഷൻ ആണ്.
ഇത് നമുക്കൊരു ക്രിസ്റ്റൽ ഷാൻലിയർ ആണ്, പ്ലസ് സീലിംഗ് ഫാൻ ആണ്. ഇത് ഫാനും കൂടിയാണ്. അതെ, അത് നമ്മൾ ഓൺ ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബ്ലേഡ്സ് ഔട്ട് സൈഡിലേക്ക് വരും. അപ്പൊ നമുക്കൊരു ഡൈനിങ് സ്പേസിലൊക്കെ ലൈറ്റ് വിത്ത് ഫാൻ എന്നുള്ളൊരു സീനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു അറ്റ് എ ടൈം ഇത് ഇപ്പൊ ഫാനവേ എന്ന് ഒരു US ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ്. ഇതൊരു 53,000 ആണ് ഇതിന്റെ MRP പ്രൈസ്. 53. അതെ, 53. ഇതിപ്പോ ഇത് ഡെക്കറേറ്റീവ് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാനാണ്. ഇത് കൂടാണ്ട് ഇപ്പം സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഫാനുകളും അവൈലബിൾ ആണ്. ഉണ്ട്. നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ക്രോംപ്ടന്റെയും ഹാവൽസിന്റെയും മിഡ് റേഞ്ചും ഡിസൈനർ ഫാൻസും നമുക്കുണ്ട്. അത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഡിസ്പ്ലേ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാറ്റഗറി ഫാനുകളുടെയും എല്ലാ ഓപ്ഷൻസും സീലിംഗ് ഫാൻസും ഉണ്ട് നമുക്കിപ്പോ. പ്രൈസ് റേഞ്ച് മുതലാണെങ്കിൽ ഒരു ബേസിക് ഫാൻസ് മുതൽ ഏറ്റവും ഹൈ എൻഡ് മോഡൽസ് വരെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തരം കസ്റ്റമേഴ്സിനും നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ വളരെ നന്ദി, നമുക്ക് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. താങ്ക് യു സോ മച്ച്. ലൈറ്റുകളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.